എൻ്റെ ട്രംപേ, അപ്പോൾ ഇതാണല്ലേ എൻ്റെ ഖൽബിലെ ആ മണ്ടത്തരം? നടക്കില്ല. യൂറോപ്പിന് ആശ്വാസമുണ്ടാക്കാൻ വേണ്ടി ഉടൻ തന്നെ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ സാധ്യമാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പെരുവഴിയിലാണ്. പുടിൻ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല, നരേന്ദ്രമോദിയൊട്ട് മിണ്ടുന്നുമില്ല. ആകപ്പാടെ ഇന്ത്യയിൽ കിടന്ന് തുള തുറക്കുന്നത് സോണിയാഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി മാത്രം. വായ തുറഞ്ഞ് പറഞ്ഞതൊക്കെ പൂർണ്ണ മണ്ടത്തരം, അമേരിക്കയ്ക്ക് അനുകൂലം, ഇന്ത്യക്കെതിരെ. അതവിടെ നിൽക്കട്ടെ. ഒടുവിൽ ബുധനാഴ്ച വൈകുന്നേരം റഷ്യൻ അതിർത്തിയിൽ ഡ്രോൺ പറത്തൽ മത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയെ ഡൊണാൾഡ് ട്രംപ് അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ യുദ്ധം അവസാനിക്കണം, അത് ന്യായമായൊരു അന്ത്യമായിരിക്കണം. അതിന് ഞാനൊരു പൊടിക്കൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ വഴി ഒരു നമ്പർ ഇറക്കിയിട്ടുണ്ട്. എന്താ അത്? ബ്രസീലിനാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ നികുതി കിരീടം, 51%. അത് ആർക്കും ട്രംപ് വിട്ടുകൊടുക്കില്ല. എന്നിട്ട് ട്രംപ് പറയുന്നു, ഇന്ത്യക്കിട്ട് ഞാൻ നേരത്തെ കൊടുത്ത 25ൻ്റെ കൂടെ ഒരു 25% കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇന്ത്യക്കുള്ള താരിഫ് കിരീടം 50%. അങ്ങനെ വരുമ്പോൾ എൻ്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹോട്ട്ലൈൻ എടുത്ത് ഉടൻ തന്നെ വ്ളാദിമിർ പുടിനെ വിളിച്ചോളും. ഇന്ത്യക്ക് എണ്ണ വേണം, വിമാനം വേണം, സമാധാനവും വേണം, നിങ്ങൾക്കും വേണ്ട സമാധാനം എന്ന് മോദി ചോദിക്കും. അങ്ങനെ നരേന്ദ്രമോദി ഇടപെട്ട് പുടിനെ കൊണ്ട് വെടി നിർത്തിക്കൊള്ളും. ഞാൻ പലതവണ കാണാൻ ശ്രമിച്ചതാണ്, പക്ഷേ പുടിൻ പറയുന്നു തിരക്കിലാണെന്ന്. സാരമില്ല സെലൻസ്കി, ഞാൻ വേണമെങ്കിൽ പുടിനെ ചെന്ന് കണ്ടോളാം. ഉടൻ തന്നെ കാര്യം നടക്കട്ടെ. എന്ത് കാര്യം എന്നിടത്താണ് ഇവിടെ കാര്യമിരിക്കുന്നത്. ട്രംപ് സെലൻസ്കിയെ വിളിച്ച് പറഞ്ഞ പ്രധാന കാര്യം അവസാനമാണ് ഫോണിലൂടെ പറഞ്ഞത്. എന്താണ് കാര്യം? ഇതാണ്. യൂറോപ്പിലെ കമ്മീഷണർ ഉർസുലയെയും ഏഞ്ചലീന മാർക്കിനെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും ജർമ്മൻ ചാൻസലർ മെഴ്സിനെയുമൊക്കെ പ്രത്യേകം തന്നെ ഫോണിൽ വിളിച്ച് പറയണം, ഞാൻ ഇടപെട്ടിട്ടുണ്ടെന്ന്. പുടിനോട് അടിച്ചു നിൽക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ പുടിനെ നേരിൽ കണ്ട് വെടി നിർത്തിക്കാമെന്ന്. എങ്കിലും സൂക്ഷിക്കണം. നിങ്ങളെല്ലാവരും വാഗ്ദാനം ചെയ്തതുപോലെ US നിന്നും ആവശ്യത്തിന് ആയുധങ്ങൾ വാങ്ങി ഉക്രൈന് വേണ്ടി നാറ്റോയിലേക്ക് സംഭരിച്ചേക്കണം. പിന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ചൈനയ്ക്കുമൊക്കെ ഞാൻ എല്ലാം എടുത്തു കൊടുത്ത് വിറ്റു തീർത്തെന്ന് പിന്നെ പരാതിപ്പെടരുത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഗുഡ് ബൈ ഡൊണാൾഡ് ജെ ട്രംപ്. ഇതാണ് സെലൻസ്കിയോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ട്രംപിൻ്റെ ഫോൺ വെച്ച് തൊട്ട് പിന്നാലെ കഥയറിയാതെ ആട്ടം കണ്ട ഉക്രൈൻ പ്രസിഡന്റ് പാവം സെലൻസ്കി ഇതേ യൂറോപ്യൻ നേതാക്കളെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ട്രംപിനെ കൊണ്ട് പുടിനെ കാണിക്കുന്നതിൽ തനിക്ക് നന്ദിയുണ്ട്, യുദ്ധം നിർത്തിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയനും താൻ നന്ദി പറയുന്നു, ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെയൊക്കെ ചെയ്തേക്കണം. പിന്നെ ഈ സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ എഴുതി, യൂറോപ്യൻ നേതാക്കളുമൊക്കെ വെടിനിർത്തൽ ആഹ്വാനത്തിൽ സജീവമായി പങ്കെടുത്തു, പിന്തുണയ്ക്ക് ഞാൻ അവരിൽ ഓരോരുത്തരോടും നന്ദിയുള്ളവനാണ്. മോസ്കോയിൽ US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുടിനോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്തു. ഉക്രൈൻ അതിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതുണ്ട്, എല്ലാവർക്കും ദീർഘകാലം നിലനിൽക്കുന്നതും വിശ്വസനീയമായ ഒരു സമാധാനം ആവശ്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നു. അതുകൊണ്ട് റഷ്യ ആരംഭിച്ച യുദ്ധം റഷ്യ തന്നെ അവസാനിപ്പിക്കണം എന്ന് സെലൻസ്കി. ഇപ്പോൾ എങ്ങനെയുണ്ട് ട്രംപിൻ്റെ ബുദ്ധി, ട്രംപിൻ്റെ പ്ലാൻ? അതിബുദ്ധിയും പാളം തെറ്റുന്ന പദ്ധതിയും. സ്വാഭാവികമായും നരേന്ദ്രമോദി പുടിനെ വിളിച്ച് സമാധാനത്തിൻ്റെ വാക്കുകൾ ആവർത്തിക്കും. കാരണം ഇന്ത്യയെ കൈവിടാൻ റഷ്യയ്ക്കാകില്ല. ഇന്ത്യക്ക് ഇന്നത്തെ അവസ്ഥയിൽ റഷ്യയാണ് ഒരു കൈത്താങ്ങ്. അപ്പോൾ ഇന്ത്യയെ താരിഫ് കൊണ്ട് US വിരട്ടുമ്പോൾ ഇന്ത്യ വിരണ്ട് പുടിൻ്റെ കാൽക്കൽ വീഴും ഈ യുദ്ധം നിർത്താനെന്നാണ് ട്രംപിൻ്റെ കരുതൽ. ഇന്ത്യ അല്ലാതെ പുടിനോട് നേർക്ക് നിർന്നത് സംസാരിക്കാനുള്ള ധൈര്യവും ചങ്കുറ്റവുമുള്ള മറ്റൊരു രാഷ്ട്ര നേതാവിനെയും രാജ്യത്തെയും ട്രംപ് ചുറ്റുവട്ടത്തൊന്നും കണ്ടതുമില്ല. അതുകൊണ്ടാണ് ഇന്ത്യക്കിട്ട് 50% താരിഫ് ട്രംപ് ചുമത്തിക്കൊടുത്തത്. സുഹൃത്തുക്കളെ, ട്രംപിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. റഷ്യ ഉക്രൈനെ മൊത്തത്തിൽ വിഴുങ്ങിയാലും ഒരു പ്രശ്നവുമില്ല, US ആയുധ കച്ചവടക്കാർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയിക്കണം. ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. പുടിൻ സെലൻസ്കി തീരുമാനപ്രകാരം ട്രംപിൻ്റെ ഇടപെടലിൽ യുദ്ധം അവസാനിക്കും. പിന്നെ സെലൻസ്കിക്ക് ഒരു പിസ്റ്റൾ എടുത്ത് പൊട്ടിക്കാൻ പോലുമുള്ള അനുവാദം ഈ ട്രംപോ ഈ പുടിനോ നൽകില്ല. പക്ഷേ യൂറോപ്പ് US നിന്നും പടക്കം മുതൽ ബാലിസ്റ്റിക് മിസൈൽ വരെ വാങ്ങി കൂട്ടിക്കൊണ്ടേയിരിക്കും നാറ്റോയുടെ ആയുധ സംഭരണശാലകളിലേക്ക്. എന്തിനു വേണ്ടി? സംഭരണശാല നിറയ്ക്കാൻ വേണ്ടി മാത്രം. അതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പോലും യൂറോപ്യൻ രാജ്യങ്ങൾക്കും കഴിയില്ല. കാരണം അപ്പുറത്ത് പുടിൻ വെടി നിർത്തിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പുറത്ത് ട്രംപ് തൻ്റെ ആയുധങ്ങൾ വിറ്റുകൊണ്ടേയിരിക്കുകയാണ്.
അതാണ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചത്. സമാധാന കരാറിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ദ്വിതീയ താരിഫ് ഏർപ്പെടുത്തുമെന്ന്. ഒടുവിൽ അത് സംഭവിച്ചു. ബുധനാഴ്ച ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സാധനങ്ങൾക്ക് 25% അധിക പിഴ താരിഫ് ചുമത്തി ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവും പുറപ്പെടുവിച്ചു. അതേസമയം ട്രംപിൻ്റെ മനസ്സിൽ മൊത്തം റഷ്യയാണ്. പുടിനുമായുള്ള ചർച്ചകൾ ഏത് നിമിഷവും നടക്കാമെന്ന ആ ഒരു പ്രതീക്ഷയിലാണ്, കൊതിയിലാണ്, വ്യാമോഹത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. പുടിനുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെ, എവിടെ, എപ്പോഴെന്ന് സൂചന ട്രംപ് നൽകിയില്ല. കാരണം സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിൽ ചെന്ന് കണ്ടതേ ഉള്ളൂ പുടിനെ. അപ്പോഴാണ് പുടിൻ പറഞ്ഞത് ലെറ്റ്സ് ടോക്ക്, നമുക്ക് സംസാരിക്കാമെന്ന്. ഉടൻ തന്നെ വിളിച്ച് പറയുകയായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിനെ പുടിൻ റെഡിയായിരുന്നു. 2021 ജൂണിൽ ജനീവയിൽ ജോ ബൈഡൻ റഷ്യ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമുള്ള ആദ്യത്തെ US റഷ്യ നേതൃതല കൂടിക്കാഴ്ചയാകും ഇപ്പോൾ നടക്കാൻ പോകുക. അതിനെ ഉച്ചകോടി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ബുധനാഴ്ചയാണ് ക്രെംലിനിൽ വെച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുടിനെ സന്ദർശിച്ചത്. അതിനുശേഷമാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പുടിനുമായുള്ള ട്രംപിൻ്റെ ഭാവി കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകളിൽ വലിയൊരു പുരോഗതി കൈവരിച്ചെന്ന് ട്രംപും അവകാശപ്പെട്ടു. അടുത്ത ആഴ്ച ഉടൻ തന്നെ പുടിനെ നേരിട്ട് കാണാനും തുടർന്ന് വൊളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താനുമൊക്കെ ട്രംപ് പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് യൂറോപ്യൻ നേതാക്കളെ വിളിച്ച് ട്രംപ് പറയുകയും ചെയ്തു. കാരണം എന്തു മുടങ്ങിയാലും, ചർച്ച പോലും മുടങ്ങിയാലും അവിടെ US നിന്നും യൂറോപ്പിലേക്കുള്ള ആയുധ കച്ചവടം മുടങ്ങരുത്. പുടിനുമായുള്ള വിറ്റ്കോഫിൻ്റെ ചർച്ചകളിലുണ്ടായ പുരോഗതി അതിശയോക്തിപരമായി കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണെങ്കിൽ സമീപഭാവിയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും സെലൻസ്കിയുമായും നേരിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരമുണ്ടാകുമെന്നും റൂബിയോ പറയുന്നു. റൂബിയോ ഒന്നുകൂടി പറഞ്ഞു, നിരവധി കാര്യങ്ങൾ ഇതിനു മുമ്പ് സംഭവിക്കേണ്ടതുണ്ട്. അതാണിത്. ഇന്ത്യക്കെട്ട് സംഭവിച്ചിരിക്കുന്നു US. സമാധാനത്തിന് നിരവധി തടസ്സങ്ങൾ, പ്രത്യേകിച്ച് റഷ്യ ഉന്നയിക്കുന്ന പ്രാദേശിക അവകാശവാദങ്ങളെക്കുറിച്ചൊന്നും ട്രംപിന് യാതൊരു ചിന്തയുമില്ല. വെടിനിർത്തലിന് വൈറ്റ് ഹൗസ് മേശപ്പുറത്തെ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ലെന്നും ട്രംപും പറയുന്നുണ്ട്, മാർക്ക് റൂബിയോയും പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നതിനെക്കുറിച്ച് ഇതുവരെയും US ഒരു ധാരണയുമില്ല. അതിനി പുടിനെ നേരിട്ട് കണ്ട് ചോദിക്കണം. അപ്പോൾ അമേരിക്ക അതിനെ ഉക്രൈനിയക്കാർ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു കരാറുമായി താരതമ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത്തരമൊരു കരാർ സാധ്യമാകുമോ ഇല്ലയോ എന്ന് US മധ്യസ്ഥത വഹിക്കുന്ന US തീരുമാനിക്കാനാകൂ. അതുകൊണ്ടാണ് ഇന്ത്യ വഴി ഇങ്ങനെ റഷ്യക്കിട്ടൊരു സമ്മർദ്ദ തന്ത്രം. യുദ്ധത്തിലൊരു സമാധാന കരാറിലെത്തുന്നതിനോ പുതിയ ഉപരോധങ്ങൾ നേടുന്നതിനോ വേണ്ടി US പ്രസിഡന്റ് റഷ്യക്ക് നിശ്ചയിച്ച സമയപരിധി 2 ദിവസത്തിനകം പൂർത്തിയാകും. അതിനു മുമ്പാണ് വിറ്റ്കോഫ് നേരെ മോസ്കോയിലേക്ക് ചെന്നതും അങ്ങോട്ട് ചെന്ന് പുടിനുമായി ചർച്ച നടത്തിയതും പുടിൻ ഒടുവിൽ ഗതിയിട്ട് സമ്മതിച്ചതും ശരി, താൻ ട്രംപിനെ കണ്ടുകൊള്ളാം, താൻ നേരിട്ട് സംസാരിച്ചു കൊള്ളാം എന്ന് സഹിയിട്ട് പറഞ്ഞതും. ഇനി നടക്കാൻ പോകുന്ന ആ ഉച്ചകോടി എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെയായാലും ഒന്നുറപ്പാണ്, പുടിൻ്റെ മുന്നിൽ ട്രംപിന് ഒന്ന് കുനിഞ്ഞു നിൽക്കേണ്ടി വരും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച